അടുത്തതായി ഞങ്ങളുടെ ഡ്രീം ട്രിപ്പ് ഇറ്റലിയിലേക്കാണ്. ഫിലാഡൽഫിയയിൽ നിന്നും ഞങ്ങൾ നേരെ ചെന്നെത്തിയത് മിലാൻ എയർപോർട്ടിലാണ്. എയർപോർട്ടിൽ നിന്നും ഞങ്ങൾ ഒരു കാർ റെന്റ് ചെയ്ത് റോഡ് ട്രിപ്പ് മോഡ് ഓൺ ആക്കി ഇറ്റലി എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ തയ്യാറായി. ഞങ്ങൾ 2 ആഴ്ചത്തെ ഐറ്റിനറി ഇങ്ങനെയാണ്. ആദ്യമായി നമ്മൾ പോകുന്നത് ലേക്ക് കോമോയിലേക്കാണ്. പർവ്വതങ്ങളും നീലവെള്ളവും ചുറ്റപ്പെട്ട് കിടക്കുന്ന സ്വർഗ്ഗഭൂമിയാണ് ലേക്ക് കോമോ. അതിനുശേഷം വെള്ളത്തിന്റെ നഗരമായ വെന്നീസ്, റൊമാൻറ്റിക് ഗൊണ്ടോള റൈഡുകളും ചരിത്രത്തിന്റെ സ്പർശം അനുഭവിക്കാൻ വേണ്ടി വെന്നീസിലേക്ക്. അവിടെ നിന്ന് മറ്റൊരു രാജ്യമായ സ്ലൊവേനിയ സംസ്ഥാനമായ ലുബ്ലിയാനയിലേക്കാണ് നമ്മൾ പോകുന്നത്. അതിനുശേഷം നേരെ തിരികെ പ്രശസ്തമായ ലീനിങ് ടവർ ഉള്ള പിസയിലേക്കാണ് നമ്മൾ പോകുന്നത്. അവിടെ നിന്ന് കലയും സംസ്കാരവും നിറഞ്ഞ ഫ്ലോറൻസിലേക്ക്. ഫ്ലോറൻസ് എല്ലാം കണ്ടതിന് ശേഷം നമ്മൾ പോകുന്നത് ചരിത്രത്തിന്റെ ഹൃദയമായ റോമിലേക്ക്. റോമിൽ നിന്നും ലോകത്തിലെ ഏറ്റവും ചെറിയ രാജ്യമായ വത്തിക്കാൻ സിറ്റിയിലേക്കാണ്. അതിനുശേഷം ലോകത്തിലെ 5ാമത്തെ ചെറിയ രാജ്യമായ സാൻ മറീനോ സന്ദർശിക്കാനാണ്. നമ്മുടെ ഭൂമിയിൽ ഇന്ത്യൻസ് ഇല്ലാത്ത ഒരു രാജ്യമാണ് സാൻ മറീനോ. അവിടെ നിന്ന് സ്റ്റാർ വാറും ജെയിംസ് ബോണ്ടും എല്ലാം ഷൂട്ട് ചെയ്ത ബെലാജിയോ എന്ന നഗരത്തിലേക്ക്. അവിടെ നിന്ന് ഞങ്ങളുടെ യാത്ര അവസാനിപ്പിക്കാൻ വേണ്ടി ഫാഷന്റെ തലസ്ഥാനമായ മിലാൻ. ഇതാണ് ഞങ്ങളുടെ ഇറ്റലി സീരീസ്. അപ്പോൾ ഞങ്ങൾ ലേക്ക് കോമോയുടെ അവിടെ എത്തി. ഇനി ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തു. നമ്മളിനി ഇവിടെ നിന്ന് ജസ്റ്റ് കറങ്ങി അടിച്ച് അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക ലേക്ക് കോമോയുടെ ഭാഗത്തേക്കൊക്കെ. ഹായ് കുട്ടാ. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു ചർച്ചിൻ്റെ സ്ക്വയറിൽ എത്തിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് ഇവിടെ വന്നപ്പോൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് ലേക്ക് കോമോയുടെ ഇവിടെ വന്നു കഴിഞ്ഞിട്ട് ഇവിടെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒക്കെ മൊത്തം കാണാമെന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് തിരിച്ച് നമ്മൾ നേരെ പോകുന്ന വെന്നീസിലോട്ട് പോകാമെന്നും പ്രതീക്ഷയിലാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. അപ്പോൾ പിന്നെ ലേക്ക് കോമോയിൽ എവിടെയെങ്കിലും പോയിരുന്ന ഫുഡും കഴിച്ച് ഒന്ന് ചില്ല് ചെയ്തിട്ട് പോകാനുള്ള പരിപാടിയിലാണ്. അപ്പോൾ ഇതിന് മുമ്പിൽ ഇപ്പോൾ ഞങ്ങൾ വന്നിരിക്കുന്നത് ഇതൊരു ചർച്ചാണ് ഇവിടെ ആക്ച്വലി കാണുന്നത്. അപ്പോൾ ആ ചർച്ച് കണ്ടിട്ട് ഞങ്ങൾ അവിടെ വന്നാൽ പാർക്ക് ചെയ്യുക. അപ്പോൾ എന്തായാലും ചർച്ചിൻ്റെ അടുത്ത് വരുമ്പോൾ എന്തെങ്കിലും കാണുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ലേക്ക് കോമോയുടെ അടുത്ത് തന്നെ ഈ ചർച്ചും ഉള്ളത്. അങ്ങനെ ഞങ്ങൾ ഏകദേശം ലേക്കിൻ്റെ അടുത്ത് വരെ എത്തി. അപ്പോൾ നമുക്ക് ലേക്കിൻ്റെ അവിടെ പോയിട്ട് ലേക്ക് കോമോ ഒന്ന് കാണാം. നമ്മുടെ ഈ സ്ഥലത്ത് വെച്ചിട്ട് പല സിനിമകളും ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ 007 ജെയിംസ് ബോണ്ടിൻ്റെ സിനിമ, സ്റ്റാർ വാർസ്, അതെല്ലാം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ലേക്ക് കോമോയുടെ ഭാഗങ്ങളിലായിട്ട്. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്ന് ഫുഡ് ഓർഡർ ചെയ്തു. ഞങ്ങൾ ഒരു ജില്ലൊരു എഗ്ഗ്, സ്ക്രാമ്പിൾഡ് എഗ്ഗിൻ്റെ ഇത് വാങ്ങിച്ചു. അപ്പോൾ സ്ക്രാമ്പിൾഡ് എഗ്ഗും ക്യാപ്പിച്ചിനോയും ജ്യൂസും ഇതെല്ലാം കൂടി കിട്ടും. എന്തുകൊണ്ടത്? അതുപോലെ തന്നെ ഞാനൊരു പാൻ കേക്കാണ് വാങ്ങിച്ചത്. ഞാനൊരു പാൻ കേക്ക് വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങളത് വെയിറ്റ് ചെയ്യാൻ വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ ക്യാപ്പിച്ചിനോയും ഓറഞ്ച് ജ്യൂസും വന്നു. അത് അതിൻ്റെ ഒപ്പം തന്നെ കോംബോയാണ്. നമ്മൾ പറയുന്നതിൻ്റെ ഒപ്പം എല്ലാത്തിൻ്റെ ഒപ്പം ക്യാപ്പിച്ചിനോ. അതെ, ഇറ്റലിയിലെ ഫസ്റ്റ് ക്യാപ്പിച്ചിനോ ജില്ലു കുടിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് ജില്ലു ഇപ്പോൾ പറയും. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? മധുരം വേണം. അങ്ങനെ എൻ്റെ പാൻ കേക്ക് വന്നു, ജില്ലുവിൻ്റെ സ്ക്രാമ്പിൾഡ് എഗ്ഗും വന്നു. ഇതാണ് ഞങ്ങളുടെ ഇറ്റലിയിൽ വന്നിട്ട് ആദ്യത്തെ ബ്രേക്ക്ഫാസ്റ്റ്.
അങ്ങനെ ഞങ്ങൾ അത് ഹലോ അപ്പോൾ ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞു. ഇപ്പോൾ എല്ലാവർക്കും എനർജിയായി. ഇനി നമ്മൾ ലേക്ക് കോമോ ഞങ്ങൾ മുമ്പിലിരുന്ന് തന്നെയാണ് കഴിച്ചത്. ഇത് കണ്ടോ, ഈ കാണുന്നതാണ് ലേക്ക് കോമോ. അവിടുത്തെ ഫെറി കയറാനുള്ള തിരക്കാണ് കാണുന്നത് അല്ലേ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ലേക്ക് കോമോ. കാരണം നല്ല രസമുണ്ട് കാണാൻ വേണ്ടി. ഇതിൻ്റെ പുറകിൽ മുകളിലോട്ട് മലയുടെ മുകളിൽ ഇങ്ങനെ വീടുകളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ട്. അങ്ങനെ ഇത് നിൽക്കുന്നത്. അങ്ങനെ ലേക്ക് കോമോയുടെ മുമ്പിലേക്ക് ഞങ്ങൾ വന്നു. ഇതാണ് ലേക്ക് കോമോ. ഒരു വൈ ഷേപ്പിൽ കിടക്കുന്ന അതിൻ്റെ ഒരു അറ്റമാണ് ഇവിടെ. പിന്നെ ഇവിടെ നിന്നാണ് പിന്നെ നമുക്ക് ഈ ബോട്ടോ ഇതെടുത്തിട്ട് നമുക്ക് വേറെ സ്ഥലങ്ങളിലോട്ടൊക്കെ പോകാൻ പറ്റും. നമ്മൾ ഈ തവണ അങ്ങോട്ടേക്ക് ഇപ്പോൾ പോകുന്നില്ല. വേറെ കുറേ ഐലൻഡ്, ബെലാജിയോ എന്നൊക്കെ പറഞ്ഞ ഐലൻഡുണ്ട്. അപ്പം അവിടെയൊക്കെ ഉണ്ട്. നമ്മൾ അപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. എടാ ഞാനൊന്ന് പറയട്ടെ, നീ നടക്കാതിരിക്കുക. അപ്പോൾ അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. അങ്ങോട്ട് നമ്മൾ പോകുന്നില്ല. നീ എന്തിനാ അങ്ങോട്ട് പോകുന്നില്ല എന്ന് പറയുമ്പോൾ എനിക്ക് എന്നെ നോക്കുന്നത്? നമ്മൾ അടുത്ത തവണേ പോകുന്നുള്ളൂ. ഓക്കെ, അങ്ങോട്ടിപ്പോൾ പോകുന്നില്ല. ഇതിൻ്റെ അപ്പുറത്തൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അടിപൊളിയായിട്ട് ഫ്രണ്ട് കാണാൻ. മറ്റേ ഫൗണ്ടനൊക്കെ ആയിട്ട് വെള്ളത്തിലോട്ട് ഒഴുകി നിൽക്കുന്ന ഒരു ഫൗണ്ടനാണ്. രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. ഈ സ്ഥലം എന്താ പറയുക, മലയുടെ മണ്ടയിൽ വീടും കാര്യങ്ങളും. പിന്നെ ഇപ്പോൾ ഇപ്പോഴത്തെ സീസൺ ആയതുകൊണ്ട് ചെറിയ തണുപ്പുണ്ട്. ചില ജാക്കറ്റ്, നമുക്ക് ജാക്കറ്റിൻ്റെ ആവശ്യമില്ല. കാരണം USA തണുപ്പിൻ്റെ അത്രയും വന്നിട്ടില്ല. ഇപ്പോൾ 60s 62 ഒക്കെ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ആൾക്കാർക്ക് നല്ല തണുപ്പായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നത്. മിക്കവാറുള്ള ഒരു ഫുൾ ജാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. സോ അങ്ങനെ ഞങ്ങൾ ഇവിടെ ഒരു ട്രാമുണ്ട്, മലയുടെ മുകളിലോട്ട് പോയിട്ട് ഒരു വില്ലേജ് കാണുന്നത്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഞങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ്. അതെ, അത് കണ്ടു കഴിഞ്ഞ് നമ്മൾ വില്ലേജെല്ലാം കണ്ടിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് ലേക്ക് കോമോയിൽ നിന്ന് പോയി നേരെ വെനീസിലോട്ട് പോവുകയാണ്. അങ്ങനെ ടിക്കറ്റ് എടുത്തു ഇതിനകത്ത് കയറാൻ വേണ്ടി. സോ ഇതിനാകെ ആക്ച്വലി 7 യൂറോസേ ഉള്ളൂ. 7 യൂറോ ആൻഡ് 20 സെൻറ്റ്. 70 സെൻസ് അല്ല, 7 യൂറോസേ ഉള്ളൂ ഇതിന്. അപ്പോൾ 7 വേണ്ടായിരുന്നു, ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം മതിയായിരുന്നു. അപ്പോൾ 14 യൂറോയേ ഉള്ളൂ റിട്ടേൺ. ഓരോ സ്ഥലത്തേക്ക് സിംഗിൾ മാത്രമായിട്ട് പോയി വരികയാണെങ്കിൽ $3 ഉള്ളൂ, 3 യൂറോ. അപ്പം പിന്നെ തിരിച്ചു വരുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് മല ഇറങ്ങി വരാം. അപ്പം ഞങ്ങൾ 2 എടുത്തു, കാരണം സമയം ലാഭിക്കാൻ വേണ്ടി. ഇത് കഴിഞ്ഞ് നേരെ വെനീസിലോട്ട് പോകാൻ വേണ്ടി 3 hours ഡ്രൈവ് ഉണ്ട്. അപ്പോൾ ഇതാണ് ഫോണിക്കുലർ വരുന്ന സ്ഥലം. അങ്ങനെ ട്രാമിൻ്റെ ഉള്ളിൽ നമ്മൾ കയറിയിരിക്കുകയാണ്. ട്രാം വീടിനെ കൂടെ ഉണ്ട്. അപ്പോൾ ഇനി മുകളിലോട്ട് പോകാൻ 5 മിനിറ്റ് ഉണ്ട്.
അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ടോപ്പിൽ വന്നിരിക്കുക. ഇവിടെ നിന്ന് ഒരു 30 മിനിറ്റ് കിടന്നാൽ ലൈറ്റ് ഹൗസ് എത്തും. 30 മിനിറ്റ് ഈ കയറ്റം കയറി നടക്കുമെന്ന് തോന്നുന്നില്ല. പക്ഷേ നമുക്ക് ആ വില്ലേജൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് വരാം. ഇവിടെ ഇതിൻ്റെ മുകളിലൊരു വില്ലേജ് ഉണ്ട് ഈ മലയുടെ ഏറ്റവും ടോപ്പിൽ. അപ്പോൾ ആ വില്ലേജ് നമുക്ക് കാണാം. ഞങ്ങൾ ഇതിൽ കൂടെ നടക്കുകയാണ്. ഇതിൻ്റെ മുകളിലോട്ടാണ് കയറേണ്ടത്. പക്ഷേ ഈ സ്റ്റോളറും പിടിച്ച് മുകളിലോട്ട് കയറുക എന്ന് പറഞ്ഞാൽ വലിയൊരു ടാസ്ക്കാണ്. അപ്പം ഞങ്ങൾ അതുകൊണ്ട് ഈ റോഡിൽ കൂടെ നടക്കുക. പക്ഷേ എങ്ങോട്ടാണ് ഈ റോഡ് പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾ 2 പേർക്ക് അറിയാം. പക്ഷേ ഞങ്ങൾ ഈ ഇതിൽ കൂടെ ഇങ്ങനെ നടക്കുക. മുകളിലേക്കുള്ള വഴിയാണ് കാണിക്കുന്നത്. അപ്പോൾ മുകളിലോട്ടാകുമ്പോൾ മുകളിലോട്ട് തന്നെ പോകാൻ പറ്റുമായിരിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. കാറുകളെല്ലാം പോകുന്നുണ്ട്. അവിടെയും വീടുകളും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ടെക്നിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ കാർ അങ്ങോട്ട് എത്തുമല്ലോ. അപ്പോൾ ഈ റോഡ് വഴി പോകാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുക. എത്ര ദൂരം പോകണമെന്നറിയില്ല. ഏതായാലും കുറച്ച് നേരം പോയി നോക്കാം. ഏതായാലും ഇവരുടെ ലോക്കലായ ആൾക്കാർ താമസിക്കുന്ന വീടിൻ്റെ വഴി കൂടി നമ്മൾ പോകുന്നത്. ചില വീടുകളൊക്കെ കണ്ട് നല്ല രസമുണ്ട്. പണ്ട് കാലത്ത് ഉണ്ടാക്കിയത്. കാരണം കല്ലൊക്കെ കെട്ടി നമ്മളിപ്പോൾ വന്നത് പാറയുടെ തുരങ്കത്തിൽ കൂടെ അവർ ഉണ്ടാക്കിയിട്ട് എടുത്തിട്ടൊക്കെയാണ് വന്നത്. അപ്പം അതൊക്കെ രസമുണ്ട്. ഇവിടുത്തെ ഒരു ഫൗണ്ടൻ ഉണ്ട്. ഫൗണ്ടൻ കാണാൻ കൊള്ളാം കേട്ടോ. വെള്ളം കിട്ടുന്ന ഫൗണ്ടൻ ആണോ? അല്ല, വെള്ളമുണ്ട്. എന്നിട്ട് വെള്ളമുണ്ട്. കുടിക്കാൻ പറ്റുമായിരിക്കുമല്ലേ? ഫ്രഷ് വാട്ടർ ആയിരിക്കും. ഏഡൻ ലൈക്സ് ഇറ്റ്. അപ്പം റോഡ് വഴി പോയി കഴിഞ്ഞാൽ ഭയങ്കര ചുറ്റിലും വളവുമാണ്. സ്റ്റെപ്പ് എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് കയറും. അപ്പോൾ ഞങ്ങൾ സ്റ്റെപ്പ് എടുക്കാനുള്ള പരിശ്രമത്തിലാണ്. നോക്കട്ടെ ഞങ്ങൾക്ക് സ്റ്റെപ്പ് എടുക്കാൻ പറ്റുമെന്നുള്ളത്. പിന്നെ ഒരു വഴിക്ക് പോകാനുള്ള വഴിയേ ഉള്ളൂ. ഞങ്ങൾ സ്റ്റോളറും എഴുതയും കൊണ്ട് നടന്നതാണ്. മല കയറി വന്നപ്പോഴത്തേന് കുഴങ്ങി വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എൻ്റെ സ്റ്റോളറും ഉണ്ട്. അവൻ മാത്രം ഒരു കുഴപ്പമില്ലാതിരിപ്പുണ്ട്. ചിരിച്ചുകൊണ്ട് എനിക്ക് വെള്ളം വേണം. നിനക്ക് ചിരിക്കാമല്ലോ, നീ ഞങ്ങളുടെ കയ്യിലാണല്ലോ. ഞങ്ങൾ ഏഴനെ നടത്തിക്കുകയാണ്. അതിൻ്റെ ബുദ്ധിമുട്ട് ഏഴനൊന്നും അറിയട്ടെ. അതാണ് ടോപ്പിലവിടെ ലൈറ്റ് ഹൗസ് ഉണ്ട്. നിങ്ങൾക്ക് കാണുന്നുണ്ടോ എന്ന് അറിയത്തില്ല. ആ ലൈറ്റ് ഹൗസിലോട്ടാണ് പോകാൻ വേണ്ടി നോക്കുന്നത്. പക്ഷേ അങ്ങോട്ട് എന്തായാലും ഞങ്ങൾ എത്തത്തില്ല. അത് ഈ കുന്ന് പോലത്തെ അരമണിക്കൂർ ഞങ്ങൾ കയറി ഇറങ്ങണം. അപ്പോൾ ലിബർട്ടി വില്ലേജ് എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോകുന്നത്. ഇനി 8 മിനിറ്റ് കൂടി ഈ കയറ്റം കയറി നടക്കണം. അപ്പോൾ 8 മിനിറ്റ് ഞങ്ങൾ നടക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ജില്ല മടിയൻ മല ചുമക്കും. ഇതിപ്പോ സ്ട്രോളറാ ചുമക്കുന്നത്. എയ്ഡൻ, ഹൗ ഈസ് യുവർ റൈഡ്? എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? അവൻ ഇരുന്ന് പോകുന്നുണ്ട് രാജകീയമായി. എന്താ വേണം പിന്നെ? അങ്ങനെ നമ്മൾ ഈ വില്ലേജിൽ കൂടെ ഇങ്ങനെ കണ്ട് ഓരോന്നോരോന്ന് കണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാം 60 മിനിറ്റ്സ് 12 മിനിറ്റ്സ് വാക്കുണ്ട്. പക്ഷേ വാക്ക് ചെയ്യാൻ താല്പര്യം ഇല്ലാത്ത ആൾക്കാർക്ക് ശരിക്കും വണ്ടി റെൻറ്റ് ചെയ്തിട്ടാണ് ഇവിടെയൊക്കെ വരുന്നതെങ്കിൽ നമുക്ക് കാറിൽ തന്നെ ഡ്രൈവ് ചെയ്ത് കയറി ഇതെല്ലാം കണ്ടിട്ട് പോവാം. പിന്നെ എൻ്റെ കുഞ്ഞു വഴി ആയതുകൊണ്ട് നമ്മൾ കാറും കൊണ്ട് വരുമ്പോൾ കുറച്ച് ഡ്രൈവ് ചെയ്യാൻ പാടായിരിക്കും. 2-3 വണ്ടിയൊക്കെ ഓപ്പോസിറ്റായിട്ടൊക്കെ വന്നു കഴിഞ്ഞാലെന്ന് തോന്നും. പക്ഷേ നല്ല റോഡുണ്ട്. നമ്മൾക്ക് ഇത്രയും കഷ്ടപ്പെട്ട് നടക്കാതെ ഇങ്ങനെ വണ്ടിയെ തന്നെ വന്ന് കണ്ടിട്ട് പോവാം. അങ്ങനെ ആകുമ്പോൾ ലൈറ്റ് ഹൗസ് എല്ലാം പോവാം. ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് നടന്ന് ഇവിടെ ഒരു വില്ല ലിബർട്ടി എന്ന് പറഞ്ഞിട്ട് ഒരു വില്ലാസ് എന്താണെന്നറിയില്ല, ഒരു 3 മിനിറ്റ്സ് വാക്കാണ് പറയുന്നത്. നമ്മൾ അങ്ങോട്ടാണ് ഇപ്പോൾ പോകുന്നത്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്നൊരു 10 മിനിറ്റ്സ് കൂടെ നടന്നു കഴിഞ്ഞാൽ ഒരു വാട്ടർഫോൾ ഉണ്ട്. അവിടെയും കൂടെ പോയിട്ട് നമ്മൾ നേരെ തിരിച്ച് താഴെ ഇറങ്ങി ഇവിടുന്ന് നേരെ വെനിസിലോട്ടാണ് അടുത്ത ട്രിപ്പ്. 1 minute later. അപ്പോൾ നമ്മളിതാ തിരിച്ചു പോവുകയാണ്. നമ്മൾ ഫർണിച്ചർ എടുക്കാൻ വേണ്ടിയിട്ട് ഉള്ളിലോട്ട് കയറാൻ പോവാം.
അങ്ങനെ ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. ഞങ്ങൾ കയറി ജില്ല അവിടെ ഏഴര ഉറങ്ങുന്നതുകൊണ്ട് അവിടെ ഇരുന്നു. അപ്പോൾ ഈ കാണുന്നതാണ് ഇവിടുത്തെ ബസ് സ്റ്റേഷൻ. ഇനി കോമോയിൽ ബസ് സ്റ്റേഷൻ കണ്ടില്ലെന്ന് ആരും പറയരുത്. അപ്പോൾ ബസ് സ്റ്റേഷൻ ഒന്ന് കറങ്ങി വന്നിരിക്കുകയാണ്. നമ്മുടെ നാട്ടിലെ ബസ് സ്റ്റേഷൻ പക്ഷേ മച്ച് ക്ലീനർ, അത്രയേ ഉള്ളൂ വ്യത്യാസം. അല്ലേടാ? അല്ലേ? നീ ആന്ന് പറ, അപ്പോൾ അവർ വിശ്വസിക്കും. ഏടിന് കളിക്കാൻ, ജില്ലുവിന് കഴിക്കാൻ. ഇതെന്ത് സംഭവം? ഇതെന്താണ്? ഇതിനകത്ത് മാംഗോ മാത്രമല്ലല്ലോ. എന്തൊക്കെയാ? മാംഗോ, ഫെറാറോ റോഷർ ഉണ്ടോ? പിസ്താഷ്യോ എന്താ ഈ കളറിലിരിക്കുന്നത്? വേറെ കളർ പോലെ ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ നമ്മുടെ പാർക്കിൻ്റെ സ്ഥലത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇനി നമ്മൾ വണ്ടി എടുത്തുകൊണ്ട് ഇവിടുന്ന് പോവുകയാണ്. വെനീസിലോട്ടാണ് നമ്മൾ ഇനി പോകുന്നത്, അവിടുത്തെ Airbnb ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി. Let's go. Go, Kuta. You ready?